വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കം ഇന്ന് ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു. 2 വർഷത്തെ ആത്മീയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് പരസ്യവണക്കം ആരംഭിച്ചത്. ഇന്ന് രാവിലെ 9:30 ബ്രോം ജീസസ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് തോമസ് കൂട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെ ആയിരിക്കും പരസ്യവണക്കം. നാളെ മുതൽ ജനുവരി 4 വരെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ പരസ്യവണക്കമുണ്ടായിരിക്കും. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്. തീർത്ഥാടകരെ പനാജിയിൽ നിന്ന് റിബാൻഡർ വഴി ഓൾഡ് ഗോവയിൽ എത്തിക്കാൻ പ്രത്യേക ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2025 ജനുവരി 5 പരസ്യവണക്കം സമാപിക്കും. കർത്താവിന് സാക്ഷ്യം നൽകി അനേകം ആത്മാക്കളുടെ രക്ഷ സ്വന്തമാക്കിയ ഫ്രാൻസിസ് സേവ്യർ 1552 ഡിസംബർ 3 46 വയസ്സുള്ളപ്പോൾ ഷാങ് ചുവാൻ ദ്വീപിൽ വെച്ചാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. ഷാങ് ചുവാൻ ദ്വീപിലെ കടൽ തീരത്താണ് വിശുദ്ധൻ്റെ മൃതദേഹം ആദ്യം സംസ്കരിച്ചത്. 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ താവളമായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നതിനായി കുഴിച്ചെടുത്തപ്പോൾ മൃതദേഹത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. 1553 മാർച്ച് മാസം പോർച്ചുഗീസ് അധീനതയിലായിരുന്ന മലാക്കയിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിലേക്ക് മൃതശരീരം മാറ്റി. അതേ വർഷം ഡിസംബർ മാസം ഫ്രാൻസിസ് സേവ്യറുടെ ശരീരം കപ്പൽ മാർഗം ഗോവയിലേക്ക് കൊണ്ടുവരികയായിരുന്നു.